നമുക്ക് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. പ്രധാന ദൈവവചന ശുശ്രൂഷകളിലേക്ക് നാം കടക്കുകയാണ്. പ്രാരംഭത്തിൽ ഞാൻ ഓർമ്മിപ്പിച്ചതുപോലെ PMG സഭയുടെ കേരള സ്റ്റേറ്റ് കൗൺസിൽ മെമ്പറായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ഷിബു അവർകളാണ് ഇന്ന് രാത്രി നമ്മുടെ മധ്യയിൽ ദൈവവചനം ശുശ്രൂഷിക്കുന്നത്. അനേകയിടങ്ങളിൽ കർത്താവ് ശക്തമായി തൻ്റെ ദാസനെ ഈ നാളുകളിൽ കരങ്ങളിൽ എടുത്തുകൊണ്ടിരിക്കുന്നു. ചട്ടികുളങ്ങര PMG സഭയുടെ ശുശ്രൂഷകനായി താനിപ്പോൾ സേവനമനുഷ്ഠിക്കുന്നു. പ്രാർത്ഥനയോടെ തുടർന്നുള്ള നിമിഷങ്ങളിൽ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാം. കർത്തൃദാസനെ തുടർന്നുള്ള ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കരോശബ്ദം ഉയർത്തി നമ്മുടെ കർത്താവിന് മഹത്വം കൊടുക്കുക. അനുഗ്രഹീതമായ നല്ല നിമിഷങ്ങൾക്ക് ഞാൻ മഹത്വം കരയേറ്റുന്നു. യേശു ക്രിസ്തുവിൻ്റെ സാക്ഷ്യവും ദൈവത്തിൻ്റെ നിർമ്മല വചനവുമായി നമ്മുടെ PMG സഭയുടെ 20ാമത് ജനറൽ കൺവെൻഷൻ്റെ 2ാമത്തെ രാത്രിയിൽ ദൈവസന്നിധിയിൽ നിൽക്കുവാൻ ദൈവം നൽകിയ അവസരങ്ങൾക്കായി, ഭാഗ്യ പദവിക്കായി ഞാൻ കർത്താവിന് മഹത്വം കരയേറ്റുന്നു. ഇന്ന് രാത്രി മഹായോഗത്തിൻ്റെ അധ്യക്ഷനായി ദൈവത്താൽ നിയോഗിക്കപ്പെട്ട നമ്മുടെ സ്റ്റേറ്റ് സെക്രട്ടറി ബഹുമാന്യ ദിവ്യദാസൻ പാസ്റ്റർ TM കോശി അവറുകൾ, എനിക്ക് ശേഷം വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ദൈവവചന ശുശ്രൂഷയ്ക്കായി ദൈവത്താൽ നിയുക്തനായി ഡൽഹി സ്റ്റേറ്റിൻ്റെ പ്രസിഡൻ്റായിരിക്കുന്ന ഞാൻ കർത്താവിൽ ഏറ്റവും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന പാസ്റ്റർ KY ബാബു അവറുകൾ, നമ്മുടെ ജനറൽ പ്രസിഡന്റ് പാസ്റ്റർ ജോസഫ് അവറുകൾ, ജനറൽ സെക്രട്ടറി പാസ്റ്റർ ജോൺ മാത്യു അവറുകൾ, കേരള സ്റ്റേറ്റ് പ്രസിഡന്റ് പാസ്റ്റർ GJ അലക്സാണ്ടർ അവറുകൾ, വൈസ് പ്രസിഡന്റ് പാസ്റ്റർ RC കുഞ്ഞുമൻ അവറുകൾ, പ്രത്യേകിച്ച് വിവിധ സ്റ്റേറ്റുകളുടെ പ്രസിഡന്റുമാരായിരിക്കുന്ന കർണാടക സ്റ്റേറ്റിൻ്റെ പ്രസിഡന്റ് പാസ്റ്റർ കോശി ഫിലിപ്പ് അവറുകൾ, പഞ്ചാബ് സ്റ്റേറ്റിൻ്റെ ചുമതല വഹിക്കുന്ന പാസ്റ്റർ തോമസ് വർഗീസ് അവറുകൾ, എന്നോട് ചേർന്ന് സ്റ്റേറ്റ് കൗൺസിൽ അംഗങ്ങളായിരിക്കുന്ന ബഹുമാന്യരായ കർത്തൃദാസന്മാർ, ജനറൽ കൗൺസിൽ അംഗങ്ങൾ, ഡിസ്ട്രിക്ട് പാസ്റ്റേഴ്സ്, ലോക്കൽ സഭകളിൽ ശുശ്രൂഷിക്കുന്ന അനുഗ്രഹീതര ശ്രേഷ്ഠന്മാരുമായ ദൈവദാസന്മാർ, പുത്രികാ സംഘടനകളുടെ ചുമതല വഹിക്കുന്ന കർത്തൃദാസന്മാർ, കർത്തൃദാസിമാർ, എനിക്ക് മുമ്പേ വളരെ അനുഗ്രഹിക്കപ്പെട്ട ആശംസാ സന്ദേശം നൽകിയ കർത്താവിൻ്റെ ദാസൻ, എൻ്റെ സഹപാഠി കൂടിയായിരിക്കുന്ന പ്രിയപ്പെട്ട അനിൽ ഇലന്തൂർ അവറുകൾ, പ്രാർത്ഥന കൊണ്ടും സാന്നിധ്യം കൊണ്ടും ഇന്ന് രാത്രി ശുശ്രൂഷയിൽ സന്നിഹിതരായിരിക്കുന്ന എല്ലാ വിലപ്പെട്ട ദൈവമക്കൾക്കും, പ്രത്യേകിച്ച് പാസ്റ്റർ ഷിബു തോമസ്, പാസ്റ്റർ ജോബിൻ ജോസഫ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള നമ്മുടെ PMGC മ്യൂസിക് ടീം, ഓൺലൈൻ മീഡിയയിലൂടെ ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന നല്ലവരായ എല്ലാ ശ്രോതാക്കൾക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിസ്തുല്യമായ വന്ദനം ചൊല്ലുന്നു. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ തിരുസാന്നിധ്യം നമ്മുടെ നടുവിൽ എഴുന്നള്ളി വന്നിട്ടുണ്ട്. വിശ്വസിക്കുന്ന ദൈവമക്കളൊന്ന് കരമുയർത്തി സ്തോത്രം ചെയ്താട്ടെ. 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നവരുടെ നടുവിൽ ഞാനുണ്ട് എന്നരളി ചെയ്ത കർത്താവിൻ്റെ തിരുസാന്നിധ്യം അനുഭവിക്കുന്ന ദൈവമക്കളൊന്ന് കരമുയർത്തി ശക്തിയോടെ സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ തേജസ് ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ വെളിപ്പെടട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ പ്രാർത്ഥനാ മുറിയിൽ പ്രകാശിപ്പിച്ച വളരെയധികം കാലിക പ്രസക്തിയുള്ള ഒരു വേദഭാഗത്തേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുവാൻ കർത്താവ് ഞാൻ ആശിക്കും. റോമാലേഖനം 13-ാം അധ്യായം 12-ാമത്തെ വാക്യം. റോമാലേഖനം 13-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം. രാത്രി കഴിവാറായി, പകൽ അടുത്തിരിക്കുന്നു. അതുകൊണ്ട് നാം ഇരുട്ടിന്റെ പ്രവൃത്തികളെ വെച്ച് കളഞ്ഞ് വെളിച്ചത്തിന്റെ ആയുധവർഗം ധരിച്ചുകൊള്ളുക. മതി. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ലേഖനമാണ് റോമാലേഖനം. അപ്പോസ്തലനായ പൗലോസ് പ്രധാനമായും 3 മിഷണറി യാത്രകളാണ് നടത്തിയത്. 3ാമത്തെ മിഷണറി യാത്ര നടത്തി താൻ വിശ്രമിച്ചു വരുമ്പോൾ ഗ്രീസിലെ കോരിന്തിൽ വെച്ച് വളരെ പഴക്കമുള്ള പുരാതനമായ റോമിലെ സഭയ്ക്ക് വളരെ ഈടുറ്റ പ്രൗഢഗംഭീരമായ കാലിക പ്രസക്തിയുള്ള വളരെ രക്ഷയുടെ സന്ദേശമടങ്ങുന്ന വിശ്വാസത്താലുള്ള നീതീകരണത്തെക്കുറിച്ചും പാപമെന്താണെന്നും ക്രിസ്തീയ ജീവിതം എങ്ങനെയായിരിക്കണമെന്നും വിശുദ്ധീകരണം എന്താണെന്നും എന്നൊക്കെ വളരെ അടുക്കും ചിട്ടയോടും കൂടെ പരിശുദ്ധാത്മാവിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ഒരു ലേഖനമാണ് റോമാലേഖനം. ഈ റോമാലേഖനത്തെക്കുറിച്ച് പഠിച്ചു വരുമ്പോൾ റോമിലെ സഭ
പൗലോസ് സ്തോത്രം ചെന്ന് കാണുന്നതിന് മുമ്പേ അക്കില്ലാവും പ്രിസ്കില്ലയുമാണ് ആ സഭ സ്ഥാപിച്ചതെന്ന് ഇങ്ങനെ ഒരു ചിന്തയുണ്ട്. രണ്ടാമത്തെ ചിന്ത, പെന്തക്കോസ് നാളിൽ വെളിപ്പെട്ട ആത്മപകർച്ചയിലൂടെ രക്ഷയിലേക്ക് വന്ന ഒരു കൂട്ടം ജനസമൂഹമാണ് റോമിലെ സഭ ആരംഭിച്ചത്. എന്തുമാകട്ടെ, ഇന്ന് രാത്രി വളരെ അടുക്കും ചിട്ടയോടും കൂടെ വേദശാസ്ത്രപരമായ പല ചിന്തകൾ പരിശുദ്ധാത്മാവിൽ ഈ ഭക്തൻ ഇതിനകത്ത് നിരത്തി വെക്കുന്നുണ്ട്. പാപം എന്തെന്ന് വ്യക്തമായി രേഖപ്പെടുത്തുന്നു. 2, ശിക്ഷയിൽ നിന്നുള്ള വിടുതലാണ് രക്ഷ. രക്ഷയുടെ സുരക്ഷിതത്തെക്കുറിച്ച് വ്യക്തമായി പറയുന്നു. 3, വിശ്വാസത്താലുള്ള നീതീകരണം, കൃപയെക്കുറിച്ച് വ്യക്തമായി പറയുന്നു. 5, ഒരു ക്രിസ്ത്യാനി എങ്ങനെ ജീവിക്കണമെന്ന് പരിശുദ്ധാത്മാവിൽ പൗലോസ് വളരെ വ്യക്തമായി ചൂണ്ടിക്കാണിക്കുന്നു. അപ്പോസ്തലന്മാരുടെ ഉപദേശം ലഭ്യമാകുവാൻ അവസരം ലഭ്യമാകാതിരുന്ന റോമിലെ സഭയ്ക്ക് പൗലോസ് അപ്പോസ്തലൻ സത്യത്തിൻ്റെ ആ മഹത്തായ ആഴങ്ങൾ വെളിപ്പെടുത്തുന്ന ഉപദേശ സംഹിതകൾ അടങ്ങിയ, അപ്പോൾ തന്നെ ചരിത്ര വസ്തുതപരമായ പല കാര്യങ്ങളും രേഖപ്പെടുത്തിയ ലേഖനമാണ് റോമാലേഖനം. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച ഭാഗം ഇതാണ്. രാത്രി കഴിയാറായി, പകൽ അടുത്തിരിക്കുന്നു. രാത്രി എന്ന പദത്തിന് ഞാൻ അവിടെ കണ്ട മൂലഭാഷ സ്തോത്രം നക്സ് എന്ന പദമാണ്. എന്ന് പറഞ്ഞാൽ അന്ധകാര ശക്തി വെളിപ്പെടുന്ന സമയം, അനീതി വെളിപ്പെടുന്ന സമയം, സത്യത്തെ ക്രൂശിക്കുന്ന സമയം, വഷളത്വം പെരുകുന്ന സമയം. ഇന്ന് രാത്രി ഈ മഹായോഗത്തിൽ ഞാൻ ഒരു കാര്യം ആത്മനിറവിൽ ഓർപ്പിക്കാം. നാം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കാര്യം അതുതന്നെയല്ലേ? മദ്യപാനികളുടെ എണ്ണം വളരെ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം മയക്കുമരുന്നിന്റെ എണ്ണം വളരെ വർദ്ധിച്ചു കൊണ്ടിരിക്കുക. സൂസൈഡ് ടെൻഡൻസി വളരെ വർദ്ധിച്ചു കൊണ്ടിരിക്കുക. മനുഷ്യൻ വളരെ ഭയത്തിന്റെ പിടിയിലാണ്. അക്ഷരികമായ വെളിച്ചമുള്ളപ്പോൾ തന്നെ അന്ധകാര പ്രഭുവായ ദുഷ്ടപിശാച് ഈ ഭൂമിയെ വാഴുന്നതിനാൽ മനുഷ്യന് ലോകവും ഇരുട്ടിൽ തപ്പിത്തടഞ്ഞു കിടക്കുകയാണ്. എന്നാൽ ഇന്ന് രാത്രി ഇവിടെ വന്നിരിക്കുന്ന സകല വിശുദ്ധന്മാരോടും ദൈവസഭയോടും ഞാൻ ആത്മനിയോഗത്തോടെ പറയട്ടെ, ഒരു കാലത്ത് ഇരുട്ടിൽ തപ്പിത്തടഞ്ഞ് പാപത്തിന്റെ ശാപത്തിന്റെ തടവറയിലായിരുന്ന എന്നെയും നിങ്ങളെ വിശുദ്ധന്മാർക്കുള്ള വെളിച്ചത്തിലുള്ള അവകാശത്തിനായി പ്രാപ്തന്മാരാക്കി എന്ന് മാത്രമല്ല, ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ച ആ മഹാസ്നേഹം ഓർക്കുമ്പോൾ ഇന്ന് രാത്രി നാവ് തുറന്ന് അതരം തുറന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കഴിയണം. എത്ര പേര് ഇന്ന് രാത്രി ആത്മാവിൽ സന്തോഷിക്കുന്നുണ്ട്? ഒരു കാലത്ത് ശത്രുക്കളായിരുന്നു, ബലഹീനരായിരുന്നു, പാപികളായിരുന്നു, ദോഷികളായിരുന്നു, ഇരുട്ടിലായിരുന്നു. എന്നാൽ കരുണാമയനായ ദൈവ തന്റെ ഓമന കുമാരനെ താണഭൂമിയിലേക്ക് അയച്ച് മനുഷ്യവർഗത്തിന്റെ മുഴുവൻ പാപവും ശാപവും തന്റെ ശരീരത്തിൽ വഹിച്ച് തിരുവഴുത്തുകൾ പ്രകാരം മരിച്ചടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഇന്നും മണവാട്ടി സഭയ്ക്ക് വേണ്ടി പിതാവിന്റെ വലത്തുഭാഗത്ത് പക്ഷപാതം ചെയ്യുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ഇതിനകത്ത് എഴുന്നള്ളി വന്നത് ആത്മാവിൽ അറിയുന്ന ദൈവമക്കൾ അല്പനിമിഷങ്ങളൊന്ന് ദൈവത്തെ കരമടിച്ച് സ്തോത്രം ചെയ്യാം. ഹുഡബാബ ശന്തരാധരാധരാധരാധര പ്രൗഢികടകദലഗസ് ഹല്ലേലൂയ. 2025 നമ്മുടെ തൊട്ടടുത്തുള്ള വെഞ്ഞാറമൂട്ടിൽ നാം കേട്ട വാർത്ത മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന വാർത്തയായിരുന്നു. വളരെ സുമുഖനായ മിടുക്കനായിരുന്ന ഒരു ചെറുപ്പക്കാരൻ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായി സുബോധം നഷ്ടപ്പെട്ടവനായി സ്തോത്രം തന്റെ കൂടപ്പുറപ്പ് ഉൾപ്പെടെ പലരെയും അതിദാരുണമായി മനസാക്ഷി നോക്കാതെ ആ ചെറുപ്പക്കാരൻ വകവരുത്തിയെങ്കിൽ അതിന്റെ പിൻപിൽ വ്യാപരിച്ചത് മദ്യപാനമാണ്. മദ്യപാനത്തിന്റെ പിന്നിൽ വെളിപ്പെടുന്നത് മനുഷ്യനിൽ കുടിയിരിക്കുന്ന പാപമാണ്. 2023 ഇന്ത്യ ചന്ദ്രയാൻ ഉപഗ്രഹം വിക്ഷേപിക്കുന്നതിന് വേണ്ടി ചെലവിട്ടത് 700 കോടി രൂപയാണ്. എന്നാൽ ആ വർഷം മലയാളികൾ അത്തം മുതൽ 10 ദിവസം വരെ ഓണം ആഘോഷിച്ചത് 754 കോടി രൂപയുടെ മദ്യം. സ്തോത്രം. ദൈവം തൻ്റെ സാദൃശ്യത്തിൽ സ്വരൂപത്തിൽ സൃഷ്ടിച്ച മനുഷ്യൻ പാപത്തിൻ്റെ പിടിയിൽ അമർന്നു കിടക്കുകയാണ്.
ഈ പാപത്തിൻ്റെ തടവറയിൽ കിടക്കുന്ന മനുഷ്യനെ രക്ഷപ്പെടുത്താൻ ഇവിടുത്തെ ഒരു ഗവൺമെൻറ്റിനും കഴിയത്തില്ല, ഇവിടുത്തെ ഒരു അധികാര സ്ഥാനത്തിരിക്കുന്ന ആളിനും കഴിയത്തില്ല. എന്നാൽ ഇന്ന് രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു, ഞങ്ങൾ ഇവിടെ മുഴക്കുന്ന സുവിശേഷത്തിൻ്റെ ശബ്ദത്തിന് മനുഷ്യനെ മാറ്റിമറിക്കാൻ കഴിയൂ. ഓ, തകർന്നു കിടക്കുന്നവനെ പണിയാൻ കഴിയൂ. ദുഷ്ടപിശാച് അവകാശം പറഞ്ഞ ജലതിന് സുവിശേഷത്തിന് മാറ്റം വരുത്താൻ കഴിയും. മയക്കുമരുന്ന്, പാൻ മസാല, കഞ്ചാവ്, ഹാഷിഷ്, കൊക്കൈൻ, MDMA തുടങ്ങിയ വിനാശകരമായ മയക്കുമരുന്നുകൾ ഈ സമൂഹത്തിൽ നിരോധിച്ചിരിക്കുന്നു. എങ്കിലും കരിച്ചന്തയിൽ വളരെ വില കൂടിയ നിലയിൽ ഇതെല്ലാം ലഭ്യമാണ്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, മദ്യപാനവും മയക്കുമരുന്നും ഹോമോസെക്സും സൂസൈഡും ആത്മഹത്യയും സ്വത്രം ഇങ്ങനെയുള്ള സകല ദുഷ്ടപ്രവർത്തികളും ഇരുട്ടിൻ്റെ സ്വത്രം പ്രതീകങ്ങളായിരിക്കുമ്പോൾ ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയുന്നു, ഇത് കണ്ട് മനസ്സും അടുക്കാനുള്ളവരല്ല ദൈവസഭ. ഈ രാത്രി ദൈവസഭയ്ക്ക് ഞാനൊരു ദൂതാത്മാവിൽ കൈമാറാ. രാത്രിയിലായിരിക്കുന്ന, ഇരുട്ടിലായിരിക്കുന്ന, അന്ധകാരത്തിലായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവിനെ നോക്കി പാർക്കുന്ന തിരുസഭയ്ക്കുള്ളിൽ വലിയ ഉത്തരവാദിത്വമുണ്ട്. എന്താണെന്നറിയാമോ? ആ ഉത്തരവാദിത്വം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, തന്റെ പ്രത്യക്ഷതയുമായി ബന്ധപ്പെട്ട്. കർത്താവിൻ്റെ ദാസിമാരെ ആ ഭാഗം ഒന്ന് വായിച്ചാൽ വളരെ സന്തോഷകരമാണ്. ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായം 34 മുതൽ 36 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വേഗത്തിൽ വായിച്ചാൽ. നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കെണി പോലെ വരാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. അത് സർവഭൂതലത്തിലും വസിക്കുന്ന ഏവർക്കും വരും. ആകയാൽ ഈ സംഭവിപ്പാനുള്ള എല്ലാറ്റിനും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽപ്പാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പീൻ. മതി. ഇരുട്ടിൽ അന്ധകാരത്തിൽ തപ്പിത്തടയുന്ന ഈ ലോകത്തിലായിരിക്കുന്ന തിരുസഭയ്ക്ക് ഒരു വലിയ ഉത്തരവാദിത്വമുണ്ട്. ഒന്നാമത്തെ ഉത്തരവാദിത്വം, ദൈവസഭ ഉണർന്നു പ്രാർത്ഥിക്കണം. 2000-ന് ശേഷം മനുഷ്യ മനസാക്ഷിയെ വളരെയധികം അപഹരിച്ചതായ ഒരുപാട് ദോഷം ചെയ്തതായ ഒരുപാട് വൈറസുകൾ ഈ കൊച്ചു ഭൂമിയിൽ പൊട്ടി വീണതാ. 2001 നിപ്പ വൈറസ് തുടങ്ങി 2019 കോവിഡ് എന്ന 19 അന്ന മഹാമാരി വരെ സിക്ക വൈറസ് സ്വത്ര എംബോള വൈറസ് മങ്കി ബോക്സ് H1N1 തുടങ്ങിയ വൈറസുകളൊക്കെ ലക്ഷക്കണക്കിന് മനുഷ്യനെ വിഴുങ്ങി അപഹരിച്ചു. നമ്മൾ പലരും അതിനും പാത്രിഭൂതരാകേണ്ട സ്ഥാനത്ത് ഇന്ന് രാത്രി ആയുസ് തന്ന്, ആരോഗ്യം തന്ന്, അഭിഷേകം തന്ന്, ബലം തന്ന് ഈ 20ാമത്തെ ജനറൽ കൺവെൻഷന് ദൈവത്തിന്റെ വചനം കേൾക്കാൻ ദൈവം തന്ന കൃപയ്ക്ക് ഇന്ന് രാത്രി എത്ര പേര് നന്ദിയുള്ളവരായി ദൈവത്തിന് സ്തോത്രം ചെയ്യൂ. എന്റെ പ്രാർത്ഥന മുറിയിൽ പരിശുദ്ധാത്മാവ് തന്ന ഒരു ദൂതി ഞാൻ പറയാ. പലതും കണ്ടും കേട്ടും മനമെടുത്ത് ക്ഷീണിച്ച് ഇന്ന് രാത്രി ദൈവം നിന്നെ ഏൽപ്പിച്ച ദൗത്യത്തിൽ നിന്ന് പുറകോട്ട് പോകരുത്. ഇന്ന് രാത്രി ഞാൻ ഒരു കാര്യം പറയാ, കാഴ്ചപ്പാടിന് വൈകല്യം വരുമ്പോൾ ദൈവത്തിന്റെ അരുളപ്പാടുകളെ അവഗണിക്കാനുള്ള സാധ്യത വളരെയേറെയാണ്. അതുതന്നെയാണ് യോനായ്ക്ക് സംഭവിച്ചത്. ഇന്ന് രാത്രി ദൈവസഭയോട്, PMG സഭയോട് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന് ദൂത് പറയാനുണ്ട്. 2026 എന്തെങ്കിലുമൊക്കെ സംഭവിച്ചെന്ന് വരാം. ഇതുവരെ നമ്മൾ കേൾക്കാത്ത, കാണാത്ത പലതും ഈ കൊച്ചു ഭൂമിയിൽ ഞാനും നിങ്ങളും ഫേസ് ചെയ്യേണ്ടി വരും. എന്നാൽ ഇന്ന് രാത്രി നമ്മുടെ ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ല. എത്ര പേര് ഇന്ന് രാത്രി ആത്മാവിൽ ഉറയ്ക്കുന്നുണ്ട്? പ്രാർത്ഥനയ്ക്ക് മാറ്റം വരുത്താൻ കഴിയും. വിജാതീയനായ കൊർന്നല്യോസിനെ, ഭക്തനായ, ധർമ്മം കൊടുത്ത, ദൈവത്തെ ഭയപ്പെടുന്ന വളരെ മാന്യനായ കൊർന്നല്യോസിന്റെ ഭവനത്തിൽ വന്ന് പ്രസംഗിക്കത്തക്ക നിലയിൽ ഒരു യഹൂദനായ പത്രോസ് എന്ന് പറയുന്ന അഭിഷക്തനെ ഒരുക്കിക്കൊണ്ടുവരണമെങ്കിൽ മാനുഷിക ഇടപെടൽ പോരാ, മാനുഷിക വാക്കുകൾ പോരാ. അവിടെ വെളിപ്പെടേണ്ടത് ദൈവത്തിന്റെ ദർശനമാണ്. അവിടെ വെളിപ്പെടേണ്ടത് പ്രാർത്ഥനയാണ്. 2 പേർ തമ്മിൽ കൂട്ടിമുട്ടത്തക്ക നിലയിൽ, കണക്ട് ആകത്തക്ക നിലയിൽ 2 പേർക്കും ദൈവം ദർശനം നൽകിയെങ്കിൽ
രണ്ടുപേർക്കും ദൈവ പ്രാർത്ഥിക്കാൻ നിയോഗം നൽകിയെങ്കിൽ ഇന്ന് രാത്രി അഭിഷക്തന്മാരോട്, ദൈവസഭയോട്, ആത്മനിയോഗത്തോട് ഞാൻ പറയുന്നു, നിന്റെ മൗനതയൊന്ന് മാറ്റിവെക്ക്. ക്ഷീണമുണ്ടെങ്കിൽ, തളർച്ചയുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഹൃദയം തുറക്കാൻ തയ്യാറാക്, അതരം തുറക്കാൻ തയ്യാറാക്. പ്രാർത്ഥനയുടെ വെൺമാടത്തിലേക്കൊന്ന് കയറ്. ഇതുവരെ സംഭവിക്കാത്ത എന്തൊക്കെയോ പരിശുദ്ധാത്മാവ് നിന്റെ കൂടാരത്തിൽ ചെയ്യാൻ പോകുകയോ, ഇതുവരെ സംഭവിക്കാത്ത എന്തൊക്കെയോ നിന്റെ ശുശ്രൂഷ നടക്കാൻ പോകുകയോ. ആരൊക്കെയോ പറഞ്ഞു നിനക്ക് കഴിവില്ല, ആരൊക്കെയോ പറഞ്ഞു നിനക്ക് കൊള്ളാമേ യോഗ്യതയില്ല. നിന്നെ പലരും താഴ്ത്തിക്കട്ടി ഒതുക്കിക്കളയാൻ നോക്കിയത്, പലരും നിന്നെ ഇല്ലായ്മ ചെയ്യാൻ നോക്കിയത്. എന്നാൽ ഇന്ന് രാത്രി അഭിഷക്തന്മാരെ, ദൈവസഭയോട് ഞാൻ നിയോഗത്തോടെ പറയുന്നു, പ്രാർത്ഥിക്കാനായി നീ മുട്ടുമടക്കിയ നിന്നെ ദൈവം എങ്ങനെയൊക്കെ ഉപയോഗിക്കുമെന്ന് ആർക്കും പറയാൻ പറ്റില്ല. വിശ്വസിക്കുന്നവർ കരം തട്ടി ആത്മാവിനെ നാമേ പറ. ആരും മൗനമായിരിക്കാതെ ഇന്ന് രാത്രി നാവ് തുറന്ന് ആത്മാവിനെന്ന് പറഞ്ഞ് പ്രാർത്ഥനയ്ക്ക് മാറ്റം വരുത്താൻ കഴിയും. ചേഞ്ച് വരാത്തിടത്ത്, മാറ്റം വരാത്തിടത്ത്, അടുക്കാൻ കഴിയാത്തയിടത്ത്, ചിലരെ ഉൾക്കൊള്ളാൻ കഴിയാത്തയിടത്ത് ഉൾക്കൊള്ളണമെങ്കിൽ, മാറ്റം വരണമെങ്കിൽ പ്രാർത്ഥനയുടെ ഒരു വെൺമാടം ദൈവസഭയ്ക്ക് ഉണ്ടാകട്ടെ. സ്തോത്രം. പ്രാർത്ഥന കർത്താവിന്റെ പ്രത്യക്ഷതയിൽ എടുക്കപ്പെടേണ്ട ദൈവസഭയ്ക്ക് വരാൻ പോകുന്ന 3 നിലയിലുള്ള കെണിയാണ് പരിശുദ്ധാത്മ രേഖപ്പെടുത്തിയത്. 1 അതിഭക്ഷണം, 2 മദ്യപാനം, 3 ഉപജീവന ചിന്ത. 4ാമത്തെ ഒരു ചിന്ത അടുത്ത വാക്യത്തിലുണ്ട്, ഉറക്കം. അതുകൊണ്ടാണ് പരിശുദ്ധാത്മ പറഞ്ഞത്, ആകയാൽ ഈ സംഭവിക്കാനുള്ള എല്ലാറ്റിനും നിങ്ങൾ ഒഴിഞ്ഞു പോകാൻ, മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽക്കാൻ. ഇന്ന് രാത്രി ഞാൻ പറയുന്നു, മനുഷ്യന്റെ മുമ്പിൽ നിൽക്കാൻ ആമേൻ സ്തോത്രം ഒരുപക്ഷെ നമുക്ക് കഴിഞ്ഞു. പക്ഷെ വിശുദ്ധനായ ദൈവത്തെ, സകലത്തിനും ലാക്കും കാരണഭൂതനുമായ സർവജ്ഞനായ ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കണമെങ്കിൽ പ്രാർത്ഥനയോടുകൂടെയുള്ള വിശുദ്ധ ജീവിതം അനിവാര്യമാണ്. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയുന്നു, ക്രിസ്ത്യൻ ഹാർട്ട് ഈസ് ദ ഡെവിൾസ് വർക്ക്ഷോപ്പ്. അലസനായ ക്രിസ്ത്യാനിയുടെ ഹൃദയ സാത്താന്റെ പണിപ്പൂര എന്ന ഇന്ന് രാത്രി 2026 ശക്തന്മാരുടെ നിരകളിൽ നിൽക്കാൻ, അധികാരത്തിന്റെ ശുശ്രൂഷയ്ക്കായി, ഒരു തേജസ്സിന്റെ നിയോഗവുമായി ഇന്ന് രാത്രി ചിലരുടെ മേൽ ഒരു അധികാരത്തിന്റെ ദൂത് പരിശുദ്ധാത്മാവ് നാവിൽ തരാൻ പോകുക. ഇതുവരെ ദൈവം നിന്നെ നിർത്താത്ത മേഖലയിൽ, ഇതുവരെ നീ പോയിട്ടില്ലാത്ത മണ്ഡലത്തിൽ 2026 അഭിഷക്തനെ ദൈവം നിന്നെ നിർത്താൻ പോകുകയോ. അല്പനിമിഷങ്ങൾ വാതുറന്ന് അതരം തുറന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്ത്, അതുകൊണ്ട് ഇന്ന് രാത്രി വ്യക്തിപരമായി പ്രാർത്ഥിക്കാനൊന്ന് കേറിക്ക്. പരിശുദ്ധാത്മാവ് നിന്റെ റൂട്ട് മാറ്റാൻ പോകുകയോ, ഇതുവരെ നീ പോയിട്ടില്ലാത്ത വഴിത്തിരിവിലേക്ക് ദൈവാത്മാവ് നിന്നെ കൊണ്ടുപോകാൻ പോകുകയോ. പ്രാർത്ഥന ഇരുട്ടിലായിരിക്കുന്ന, അന്ധകാരത്തിലായിരിക്കുന്ന ദൈവസഭയ്ക്ക് പ്രാർത്ഥന അനിവാര്യം. 2 സുവിശേഷീകരണം ദൈവസഭയ്ക്ക് വേണം. തിമോഥെയോസിന്റെ 2-ാം ലേഖനം 2:8 ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എൻ്റെ സുവിശേഷം. സുവിശേഷത്തിന് മാത്രമേ മനുഷ്യനിൽ മാറ്റം വരുത്താൻ പറ്റൂ. ഏത് കൊള്ളരുതാത്തവനെയും, എത്ര അഴുക്കും ചാലിൽ കിടക്കുന്നവനെ നന്നാക്കിയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞാനിവിടെ പ്രസംഗിക്കുന്ന സുവിശേഷമാണ്. ഇന്ന് രാത്രി എത്ര പേർക്ക് മനസ്സിലാക്കുന്നുണ്ട് ഞാൻ പറയുന്ന ദൂത്? ഇന്ന് രാത്രി അതുകൊണ്ട് ദൈവസഭയെ ആത്മഭാരം ഉണ്ടെങ്കിൽ മാത്രമേ സുവിശേഷീകരണം നടക്കൂ. ഒരു കൊച്ചു ചർച്ച ഉണ്ട്, അതുമായിട്ട് 3 വർഷം എങ്ങനെയെങ്കിലും കാലം കഴിച്ചു കൂട്ടി പോകാനല്ല, സഭകൾ വളരണമെങ്കിൽ ദൈവദാസന്മാർ ഇന്ന് രാത്രി ഈ ദൂതകത്തേക്കൊന്ന് കയറണം. അല്പം ത്യാഗം സഹിച്ചാലും വേദന സഹിച്ചാലും അമ്മൻ ദേശത്തേക്ക് നിറങ്ങാൻ, സുവിശേഷീകരണ രണാങ്കണത്തിൽ അടരാടാൻ ഇന്ന് രാത്രി എത്ര പേർ ആത്മാവിൽ കൊതിക്കുന്നുണ്ട്. അതിനുള്ള കൃപയും ബലവും ദൈവം നിന്റെ മേൽ കൈമാറാൻ പോകുകയാണ്. ശ്രദ്ധിച്ചേ, അമ്മൻ സ്തോത്രം. ആ പത്രോസിന്റെ ആ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു 3-ാം അധ്യായം 9-ാം വാക്യത്തിൽ, ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച്
നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേയുള്ളൂ. കണ്ടോ, കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് കർത്താവ് എന്ത് ചെയ്യുന്നു? ഈ സഭയ്ക്കകത്ത് കയറിയവരുടെ ഏറ്റവും വലിയ ആഗ്രഹം കർത്താവ് മടങ്ങി വരണം. ഞാനതിനൊരു ഉദാഹരണം പലപ്പോഴും പറയാറുണ്ട്. ഈ ബസ്സിൽ കയറുന്ന യാത്രക്കാരുടെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു സ്റ്റോപ്പിൽ നിർത്തരുത്, വളരെ പെട്ടെന്ന് നമുക്ക് ഇറങ്ങാനുള്ള സ്റ്റോപ്പിൽ കൊണ്ടുവന്ന് വണ്ടി എന്ത് ചെയ്യണം? വണ്ടി എഴഞ്ഞെഴിഞ്ഞ് എല്ലാ സ്റ്റോപ്പിലും നിർത്തുന്നെങ്കിൽ നമുക്കുണ്ടാകുന്നൊരു വൈമനസ്യം പറഞ്ഞറിയിക്കാൻ വയ്യ. നമ്മൾ കുറേ നേരം ബസ് സ്റ്റോപ്പിൽ നിന്ന് കാത്തു നിന്നപ്പോഴാണ് ബസ് വന്നു. പക്ഷെ നമ്മൾ ബസ്സിൽ കയറി കഴിഞ്ഞപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ ചിന്ത എത്രയും വേഗം നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തണം. ഇന്ന് രാത്രി യാത്രക്കാരൻ്റെ ആഗ്രഹം അതാണെങ്കിലും ഡ്രൈവറിൻ്റെ ആഗ്രഹം ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന അങ്ങോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന സകല യാത്രക്കാരെയും കയറ്റണമെന്ന്. ഇന്ന് രാത്രി ആമേന് സ്തോത്രം, മുഹമ്മദിനെയും മാധവനെയും മത്തായിയെയും ആമേന് സ്തോത്ര സകല മനുഷ്യനെയും മാനസാന്തരത്തിലേക്ക് നയിക്കണമെന്ന്, ദൈവകൃപയിലേക്ക് കൊണ്ടുവരണമെന്ന് ഇന്ന് രാത്രി കർത്താവ് ആഗ്രഹിക്കുന്നു. എത്ര പേർ ഇന്ന് രാത്രി ആത്മാവിൽ സന്തോഷിക്കുന്നുണ്ട്? ദൈവസഭ പ്രാർത്ഥനയോടെ ചുവട് വെച്ചാൽ, സുവിശേഷീകരണവുമായി മുൻപോട്ട് പോയാൽ ഒരസാധാരണമായ ദൈവിക വളർച്ച PMG സഭയ്ക്ക് പരിശുദ്ധാത്മാവ് 2026 കൽപ്പിക്കാൻ പോകുക. സ്തോത്രം. 3, സമയപരിമിതി ഉള്ളതുകൊണ്ട് ഞാൻ വളരെ വേഗത്തിൽ മുമ്പോട്ട് പോവുകയാണ്. 3, രാത്രിയിലായിരിക്കുന്ന സഭയ്ക്കൊരു വലിയ ഉത്തരവാദിത്വമുണ്ട്. ലേവ്യ പുസ്തകം 2-ാം അധ്യായം 24-ാം അധ്യായം 2-3 വാക്യങ്ങൾ ഒന്ന് വായിച്ചേ. ദീപങ്ങൾ നിത്യം കത്തിക്കൊണ്ടിരിക്കേണ്ടതിന് ഇസ്രായേൽ മക്കൾ നിലവിളക്കിന് ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ നിന്റെ അടുക്കൽ കൊണ്ടുവരണമെന്ന് അവരോട് കൽപ്പിക്കാം. മതി. സമാഗമന കൂടാരമാകട്ടെ, ദൈവാലയമാകട്ടെ, 7 കവരങ്ങളോട് കൂടിയുള്ള നിലവിളക്ക് ഉണ്ടായിരുന്നു. ഈ നിലവിളക്ക് നിരന്തരം കത്തിക്കൊണ്ടിരിക്കണം. സ്തോത്രം. വിളക്ക് തുടച്ച് വൈകുന്നേരം മുതൽ രാവിലെ വരെ നിന്ന് കത്തണം. ഇതാണ് അതിൻ്റെ പ്രമാണം. സ്തോത്രം. വിളക്ക് തുടച്ച് കരിന്തിരി മുറിച്ചു മാറ്റി, സ്തോത്രം, പുതിയ തിരിയിട്ട് ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ ഒഴിക്കുമ്പോഴാണ് ദീപം നിത്യം കത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് രാത്രി ഞാൻ ആത്മനിയോഗത്തോടെ എൻ്റെ പ്രാർത്ഥനാ മുറി ദൈവം തന്ന സന്ദേശം എൻ്റെ കൂട്ടുകർത്തൃദാസന്മാരോട്, ദൈവമക്കളോട് ആത്മനിയോഗത്തോടെ കൈമാറുകയാണ്. എവിടെയൊക്കെയോ പല സാഹചര്യങ്ങൾ കൊണ്ടും മനസ്സും അടുത്ത് തളർന്ന് ക്ഷീണിച്ച് യിരെമ്യാവിനെ പോലെ ഇനി ഞാൻ പഴയതുപോലെ പ്രസംഗിക്കത്തില്ല, ആരാധിക്കത്തില്ലെന്ന് പറഞ്ഞ് ക്ഷീണിച്ച് മനം മടുത്തിരിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി ഈ മഹായോഗത്തിൽ പരിശുദ്ധാത്മാവ് നിന്നെ ശക്തീകരിക്കാൻ പോകുകയാണ്. നിന്നെ ഒന്ന് ആത്മാവിൽ പുതുക്കാൻ പോകുകയാണ്. ഉടരമന ഹതുരമന ഘടകമന ഇന്ന് രാത്രി ജഡത്തിന്റെ കരിന്തിരികൾ മുറിച്ചു മാറ്റട്ടെ. അസൂയയുടെ കരിന്തിരികൾ, അശുദ്ധിയുടെ കരിന്തിരികൾ, കയ്പിന്റെ കരിന്തിരികൾ, വിദ്വേഷത്തിന്റെ കരിന്തിരികൾ, ഞാൻ എന്ന ഭാവത്തിന്റെ തലക്കനത്തിന്റെ നിഗളത്തിന്റെ രഹസ്യ ജീവിതത്തിൽ ഉള്ളറകളിൽ വെച്ച് പുലർത്തുന്ന ആ മനോഭാവത്തിന്റെ വൈകല്യമുള്ള ആ കരിന്തിരികളെല്ലാം ഒന്ന് മുറിച്ചു മാറ്റി ഈ 2026 പ്രാരംഭ മാസം ഒന്ന് ആത്മാവിൽ കത്താൻ എത്ര പേർ കൊതിക്കുന്നുണ്ട്? ഇന്ന് രാത്രി ഒന്ന് കരങ്ങളെ തട്ടി വാ തുറന്ന് പരിശുദ്ധാത്മാവിന്റെ നിയോഗം ഈ രാത്രി ഏറ്റെടുക്കട്ടെ. അടകമന ഹതര ഘടകമന ഘടകദലഗസിയ. ഇന്ന് രാത്രി ആര് പ്രസംഗിക്കുന്നു എന്നുള്ളതല്ല, ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം ഇവിടെ മുടങ്ങുമ്പോൾ ആ വചനത്തോട് ക്രിയാത്മകമായി പ്രതികരിച്ചുകൊണ്ട് ഇന്ന് രാത്രി നാവിനെ വിട്ടുകൊടുക്ക്. നിന്റെ ശരീരത്തിലേക്ക് ദൈവശക്തി ഇന്ന് രാത്രി സ്വർഗം കൈമാറുന്നത് ഞാൻ ആത്മാവിൽ കാണുകയാണ്. നിന്റെ പ്രാർത്ഥനാ മുറിയിൽ സ്വർഗം ഇടപെടാൻ പോകുക. ഇതുവരെ വെളിപ്പെടാത്ത ചില വെളിപ്പാടുകൾ, മങ്ങിപ്പോയ ചില ദൂതുകൾ, മങ്ങിപ്പോയ ശുശ്രൂഷകൾ, മങ്ങിപ്പോയ പ്രവചന ശബ്ദങ്ങൾ, മങ്ങിപ്പോയ കൃപാവരങ്ങൾ അത് തെളിയിക്കേ. ഇന്ന് രാത്രി എന്നോടാണ് ദൈവാത്മാവ് ഇടപെടുന്നത് എന്ന് നല്ല ബോധ്യമുള്ള ദൈവമക്കൾ അല്പനിമിഷങ്ങളൊന്ന് വാ തുറന്ന് അതരം തുറന്ന് കർത്താവിന് മഹത്വം കൊടുത്ത് വഷളത്തം നിറഞ്ഞ പാവം നിറഞ്ഞ ഈ ഊഷര മരുഭൂമിയിൽ എങ്ങനെയെങ്കിലും പോയാൽ പോരാ. ഒരു വിശ്വാസിയായി എങ്ങനെയെങ്കിലും ജീവിച്ചാൽ പോരാ. കർത്താവിന് വേണ്ടി ആമേൻ സ്തോത്രം ജ്യോതിസുകളെ പോലെ
ഭൂമിയെ കീഴ്മേൽ മറിക്കുന്നവൻ ഇവിടെയും വന്നുവോ എന്ന് ചോദിക്കത്തക്ക നിലയിൽ PMG സഭയ്ക്കകത്ത് 2026 അപ്പോസ്തലന്മാരെ ദൈവം എഴുന്നേൽപ്പിക്കട്ടെ, പ്രവാചകന്മാരെ ദൈവം എഴുന്നേൽപ്പിക്കട്ടെ, ശക്തന്മാരായ ഇടയന്മാർ എഴുന്നേൽക്കട്ടെ. നാം പ്രാർത്ഥിക്കുമ്പോൾ രോഗശാന്തി ഉണ്ടാകട്ടെ, നാം പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങൾ നടക്കട്ടെ, നാം പ്രാർത്ഥിക്കുമ്പോൾ ദേശത്തെ അടക്കി ഭരിക്കുന്ന ആ പൈശാചിക ശക്തികൾ അത് ആത്മാവിൽ വഴിമാറട്ടെ. പ്രായം ദൈവത്തിന് വിഷയമല്ല, ക്ഷീണം ദൈവത്തിന് വിഷയമല്ല, നിന്റെ ബിപിയും കൊളസ്ട്രോളും ഷുഗറൊന്നും ദൈവത്തിന് വിഷയമല്ല. ഇന്ന് രാത്രി ഇണങ്ങിക്കൊടുക്കാൻ ആര് തയ്യാറാണോ? ദൈവ ശബ്ദത്തിന്റെ മുമ്പിൽ, വചനത്തിന്റെ മുമ്പിൽ, അഭിഷേകത്തിന്റെ മുമ്പിൽ ഇന്ന് രാത്രി ഒന്ന് ഇണങ്ങിക്കൊടുക്കാൻ, ഒന്ന് വിനയപ്പെടാൻ ഇന്ന് രാത്രി നീ തയ്യാറാണോ? എനിക്കറിയാം ഇന്ന് രാത്രി ശരീരത്തിൽ മേൽ ദുഷ്ടപിശാച് കുടിയിരുത്തിയിരിക്കുന്ന ആ രോഗശക്തികൾ അഴിയാൻ പോകുക. നിന്റെ നാവിനെ കെട്ടിയ ചില കെട്ടുകൾ ഈ രാത്രി ആത്മാവ് അഴിച്ചു മാറ്റുകയാ. ദൈവ സാന്നിധ്യം ആദരിക്കാൻ കഴിയാതെ, ദൈവ ശബ്ദത്തെ ഏറ്റെടുക്കാൻ കഴിയാതെ നിന്റെ ദൂതിനെ തടഞ്ഞ, നിന്റെ ശുശ്രൂഷയെ ബന്ധിച്ച ആ പൈശാചിക മേഖലകൾ ഇന്ന് രാത്രി പൊട്ടി മാറട്ടെ. ഇന്ന് രാത്രി എന്നോടാണ് ദൈവാത്മാവ് ഇടപെടുന്നത് എന്ന് നല്ല നിശ്ചയമുള്ളവർ, ബോധ്യമുള്ളവർ ആത്മാവിൽ ഒന്ന് ഏറ്റെടുത്ത് പുത്തൻ അഭിഷേകത്തിന്റെ ശക്തി, ഒരു പുതിയ നിറവ്, ഒരു വ്യത്യസ്ത കൃപാവരങ്ങൾ, ഒരു അധികാരത്തിന്റെ ശുശ്രൂഷ ഈ രാത്രി ഏറ്റെടുക്ക. സ്തോത്രം. വിളക്ക് കെട്ടുപോകാതെ സൂക്ഷിക്കണം. 4, സഭ കാവൽ നിൽക്കണം. കാവൽക്കാരന് പ്രധാനമായി 3 ജോലിയാണ്. 1, യെശയ്യാപ്രവചനം 21:11 ധൂമയെ കുറിച്ചുള്ള പ്രവാചകം. കാവൽക്കാരാ രാത്രി എന്തായി, കാവൽക്കാരാ രാത്രി എന്തായി എന്ന് ഒരുത്തൻ സെയിരിൽ നിന്ന് എന്നോട് വിളിച്ചു ചോദിക്കുന്നു. അതിന് കാവൽക്കാരൻ പ്രഭാതവും രാത്രിയും വന്നിരിക്കുന്നു, നിങ്ങൾക്ക് ചോദിക്കണമെങ്കിൽ ചോദിച്ചുകൊള്ളുവീൻ, പോയി വരുവീൻ എന്ന് പറഞ്ഞു. കാവൽക്കാരന്റെ ജോലി ലോകദൃഷ്ടിയിൽ മനുഷ്യന്റെ മുമ്പിൽ അത്ര വില കൂടിയ ജോലിയൊന്നുമല്ല. മനുഷ്യദൃഷ്ടിയിൽ വില കുറഞ്ഞ ഡ്യൂട്ടിയാണെങ്കിലും ആ മനുഷ്യനെ അവിടെ ആക്കിയ കമ്പനിക്ക് അല്ലെങ്കിൽ മാനേജ്മെന്റിനെ സംബന്ധിച്ച് ഇത് വില കൂടിയ ജോലിയാണ്. അങ്ങനെയെങ്കിൽ ദൈവസഭയെ ഏത് സമയത്തും സമയം എന്താ എന്ന് ചോദിച്ചാലും പറയാനുള്ള ഉത്തരവാദിത്വം ഇവിടുത്തെ ബഹുമാന്യനായ മുഖ്യമന്ത്രിക്കല്ല, ബഹുമാനപ്പെട്ട MP-ക്കല്ല, MLA-ക്കല്ല, ഇവിടുത്തെ ഗവൺമെന്റിനല്ല. സമയം എന്താണ് അറിയിക്കേണ്ടത്? ആമേൻ, സ്തോത്രം. ഞാനും നിങ്ങളും പ്രത്യാശിക്കുന്ന നമ്മുടെ ആത്മമണവാളന്റെ മടങ്ങി വരവ് എന്നാണെന്ന് ലോകത്തോട് വിളിച്ചു പറയാൻ, ഈ ദേശത്തോട് വിളിച്ചു പറയാനുള്ള വലിയ ഉത്തരവാദിത്തമാണ് കാവൽക്കാരായ ദൈവസഭയ്ക്കുള്ളത്. കാവൽക്കാരൻ ഉറങ്ങിപ്പോയാൽ അപകടം സംഭവിക്കും, അല്ലേ? ഒരു റെയിൽവേ ഗേറ്റ് ജീവനക്കാരൻ സിഗ്നല് വരുന്നത്, ട്രെയിൻ വരുന്ന സമയം അറിയുന്നില്ല, ആ പാളം തുറന്നു കിടക്കുക. ട്രെയിൻ വരുന്ന നിമിത്തം അപകടങ്ങൾ ഉണ്ടായി, ഒരുപക്ഷെ അനേക ജീവൻ നഷ്ടപ്പെട്ടെന്ന് വരാം. ഇന്ന് രാത്രി നാം നിസ്സംഗരായി അലസന്മാരായി ഉറങ്ങിയാൽ അനേകർ പാപത്തിലും നിത്യ നരകത്തിലും ചെന്നപ്പെടും. എത്ര പേർക്ക് ഇന്ന് രാത്രി ഞാൻ പറയുന്ന ദൂത് മനസ്സിലാക്കുന്നു? ഹുഡാമാനം ഒന്ന് കരമുയർത്തി ശക്തിയോട് ആമേൻ പറയാം. ഓ കാവൽക്കാരാ, രാത്രി എന്തായി, രാത്രി എന്തായി? ഒരുത്തൻ സെയിരിൽ നിന്ന് ചോദിക്കുന്നു. അതിന് കാവൽക്കാരൻ പറയുന്ന മറുപടി, പ്രഭാതവും രാത്രിയും വന്നിരിക്കുന്നു, ചോദിച്ചു കൊള്ളുക. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയുന്നു, പ്രിയപ്പെട്ടവരെ, 2026 ഈ ദേശത്തോട്, ലോകത്തോട്, നമ്മുടെ കൂട്ടു സഹോദരങ്ങളോട് യേശുവിനെ ആമേൻ ആത്മാർത്ഥമായി സേവിക്കാൻ കൃപ ലഭിക്കാത്ത ആമേൻ സകല മനുഷ്യനോടും കർത്താവിൻ്റെ മടങ്ങിവരവിനെ കുറിച്ചുള്ള സമയം നമ്മൾ അറിയിക്കണം. 2, കാവൽക്കാരൻ്റെ രണ്ടാമത്തെ ഡ്യൂട്ടി കാവൽ ചെയ്യണം. എനിക്ക് വായിപ്പിക്കാൻ സമയമില്ല,
യെശയ്യാ പ്രവചനം എസെക്കിയേൽ പ്രവചനം 22:30-31 വാക്യം ഇങ്ങനെയാണ്: ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം അതിന് മതിൽ കെട്ടി ഇടിവ് നിൽക്കേണ്ടതിന് പുരുഷനെ അന്വേഷിച്ചു, ആരെയും കണ്ടില്ല. അവരുടെ ഇടയിൽ, ആരുടെ ഇടയിൽ? 25-ാം വാക്യത്തിൽ പ്രവാചകന്മാരുടെ ഇടയിൽ, 26-ാം വാക്യത്തിൽ പുരോഹിതന്മാരുടെ ഇടയിൽ, 27-ാം വാക്യത്തിൽ പ്രഭുക്കന്മാരുടെ ഇടയിൽ, 29-ാം വാക്യത്തിൽ സാധാരണ ജനത്തിൻ്റെ ഇടയിൽ. 4 കാറ്റഗറിയെ പരിശുദ്ധാത്മാവ് നോക്കിയപ്പോൾ അവൻ മതിൽ കെട്ടി ഇടിവ് നിൽക്കാൻ ആരുമില്ല. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയുന്നു, അവൻ ലോത്ത് നഷ്ടപ്പെടാതിരുന്നത് അബ്രഹാം അവിടെ ഇടിവിൽ നിന്നുകൊണ്ട്. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയുന്നു, പൗലോസ് ഇടിവിൽ നിന്നതുകൊണ്ട് ആ കപ്പലിൽ യാത്ര ചെയ്ത അനവധി ആളുകൾ രക്ഷപ്പെട്ടതെങ്കിൽ ഇന്ന് രാത്രി ഇവിടെ വന്ന ആരോഗ്യത്തോടെ, ബലത്തോടെ, സന്തോഷന്മാരായി, സുസ്മരവതരായി നമ്മൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ ഒരു കാര്യം മറന്നു പോകരുത്. നമ്മൾ അറിഞ്ഞില്ലെങ്കിലും നമുക്ക് വേണ്ടി, നമ്മുടെ മാനസാന്തരത്തിന് വേണ്ടി, ആത്മരക്ഷയ്ക്ക് വേണ്ടി, വീണ്ടെടുപ്പിന് വേണ്ടി, നമ്മുടെ പ്രാണൻ തകർന്നു പോകാതിരിക്കാൻ ഏതൊക്കെയോ ഭക്തന്മാർ ഏതൊക്കെയോ ഭവനങ്ങളിൽ, ആലയങ്ങളിൽ ഇരുന്ന് ഇന്നലകളിൽ മതിൽ കെട്ടിയത് കൊണ്ട്. അങ്ങനെയെങ്കിൽ ആരോഗ്യമുള്ള ജലതിനെ, അഭിഷേകത്തോടെ നിൽക്കേണ്ട ജലതിനെ, ശുശ്രൂഷയുള്ള ജലതിനെ അപകരിച്ചു കളയാൻ, കൊണ്ടുപോകാൻ, തകർത്ത് കളയാൻ വാതി കെട്ടി നിൽക്കുന്ന ഇരുട്ടിന്റെ ആധിപത്യങ്ങൾ ഇന്ന് രാത്രി കൃപ ലഭിച്ച ദൈവമക്കൾ ഒരുമിച്ച് ഈ രാത്രി വചനത്തോട് പ്രതികരിച്ച് ഒന്ന് ആത്മാവിൽ ശബ്ദമുയർത്താൻ തയ്യാറാകട്ടെ. അതരാ രഗതര ചിലതിനെ ഇരുത്താൻ നിൽക്കുന്ന ചില ദേശത്തിന്റെ പോര്, അഭിഷേകമുള്ള, കൃപയുള്ള, ശുശ്രൂഷയുള്ള, ആരോഗ്യത്തോടെ നിൽക്കേണ്ട അഭിഷക്തന്മാരുടെ ആയുസ്സിന് വില പറയുന്ന, ദേശത്തെ അടക്കി ഭരിക്കുന്ന ആ പൈശാചിക മണ്ഡലം ഇന്ന് രാത്രി ഇത്രയും ദൈവദാസന്മാർ, ദൈവമക്കൾ ഒരുമിച്ച് ആത്മാവിൽ ആമേൻ പറഞ്ഞ് ആരാധിക്കുമ്പോൾ ചില ആധിപത്യങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഈ രാത്രി പൊട്ടി മാറുകയാണ്. ഇന്ന് രാത്രി ഞാൻ പ്രസംഗത്തിന്റെ ശൈലിയിൽ ഇത് പറയുകയല്ല, ആരോടൊക്കെ ഒരു പ്രവചന ശബ്ദമായി ഇന്ന് രാത്രി ദൈവാത്മാവ് ഇടപെടുന്നു. ഇടിവി നിൽക്കുക, പ്രാർത്ഥനയുടെ മതിലുകെട്ട്, ആരാധനയുടെ മതിലുകെട്ട്, കണ്ണുനീരിന്റെ മതിലുകെട്ട്. കാവൽ നിൽക്കണം. ഞാൻ വേഗത്തിൽ മുമ്പോട്ട് പോയേ പറ്റൂ. കാവൽക്കാരൻ്റെ മൂന്നാമത്തെ ഡ്യൂട്ടി എന്താണെന്നറിയാമോ? മുന്നറിയിപ്പ് കൊടുക്കണം. എൻ്റെ ആ വാക്യം ഒന്ന് വായിച്ചു തന്നാൽ സന്തോഷം. എസെക്കിയേൽ 33:2-3-4 വാക്യങ്ങൾ. മനുഷ്യപുത്ര, നീ നിന്റെ സ്വജാതിക്കാരോട് പ്രവചിച്ച് പറയേണ്ടത്, ഞാൻ ഒരു ദേശത്തിന് നേരെ വാൾ വരുത്തുമ്പോൾ ആ ദേശത്തിലെ ജനം തങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരു പുരുഷനെ തിരഞ്ഞെടുത്ത് കാവൽക്കാരനാക്കി വെച്ചാൽ, ദേശത്തിന് നേരെ വാൾ വരുന്നത് കണ്ടിട്ട് അവൻ കാഹളമൂതി ജനത്തെ ഓർമ്മപ്പെടുത്തുമ്പോൾ ആരെങ്കിലും കാഹളനാദം കേട്ട് കരുതിക്കൊള്ളാതെ ഇരുന്നാൽ വാൾ വന്ന് അവനെ ഛേദിച്ചു കളയുന്നു എങ്കിൽ. മുന്നറിയിപ്പ് കൊടുക്കുന്ന കാവൽക്കാരൻ. കാഹള ഊതുമ്പോൾ ഇതിനെ അനുസരിക്കാത്ത ആളുകൾ വാളിനാൽ വീണുപോകും. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയുന്നു, ആമേൻ സ്തോത്രം, നമ്മൾ ആമേൻ മുന്നറിയിപ്പ് കൊടുക്കാത്തത് കൊണ്ട് ആരും വാളിനിരയായി മാറരുത്. എത്ര പേർക്ക് ഇന്ന് രാത്രി സന്തോഷമുണ്ട്? ഇരുട്ടിലായിരിക്കുന്ന, അന്ധകാരത്തിലായിരിക്കുന്ന സഭയെ ഉറങ്ങിപ്പോകരുത് കേട്ടോ. വീട്ടുകാര്യം നോക്കി, നാട്ടുകാര്യം നോക്കി, സഭയിലെ കാര്യം നോക്കി, കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കി, PR എന്ന് റെഡിയാകുമെന്ന് കരുതി എന്ന് കാനഡയിലേക്ക് പോകാമെന്ന് ഓർത്ത് ജീവിതകാലം അവസാനിപ്പിക്കാനല്ല. ദൈവം നിന്നെ വിളിച്ചതിന് ഉദ്ദേശമുണ്ട്. ദൈവം നിന്നെ കണ്ടതിന് ഉദ്ദേശമുണ്ട്. ദൈവം നിന്നെ സഭയ്ക്കകത്ത് കൊണ്ടുവന്നതിന് ഉദ്ദേശമുണ്ട്. ഇവിടെ ആള് കളിക്കാനല്ല, ഇതിനകത്ത് രാഷ്ട്രീയം കളിക്കാനല്ല, ഇതിനകത്ത് ഞാൻ എന്തോ വലുത് നേടാനല്ല. ഇന്ന് രാത്രി ഞാൻ ആത്മാവി പറയുന്നു, സമയം അറിയിക്കണം. ഓ ഹല്ലേലൂയ, ഇടിവി നിൽക്കണം. 3 മുന്നറിയിപ്പ് കൊടുക്കണം. എന്താ മുന്നറിയിപ്പ്? വരുവാൻ പോകുന്ന ന്യായവിധി. എനിക്ക് ന്യായവിധിയെ കുറിച്ച് പറയാൻ ആഗ്രഹമുണ്ട്, പക്ഷേ സമയം പരിമിതമാണ്. കർത്താവ് ഒരുക്കിയിരിക്കുന്ന രക്ഷാമാർഗം എന്തെന്ന് ലോകത്തിന് മുന്നറിയിപ്പ് കൊടുക്കാൻ കൃപ ലഭിച്ച ഒരു ഗ്രൂപ്പാ ദൈവസഭ. ഒരാമേൻ പറഞ്ഞേ. ഹോഡാം. എത്ര പേർക്ക് ഇന്ന് രാത്രി സന്തോഷമുണ്ട്? അപ്പോ സഭയ്ക്കുള്ള ഉത്തരവാദിത്വം ഞാനൊന്ന് പറഞ്ഞു വിട്ടേക്കാം. പ്രാർത്ഥനയാണ്, സുവിശേഷീകരണമാണ്. 3 കാവൽ നിൽക്കണം.
വിളക്ക് കെട്ടുപോകാതെ സൂക്ഷിക്കണം. സ്തോത്രം. അഞ്ചാമത് ദൈവസഭയ്ക്കുള്ള അതിപ്രധാനമായ ഉത്തരവാദിത്വം ഒരുങ്ങണം. ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്തതും കാണാൻ പോകുന്നതുമായ ഏറ്റവും വലിയ സംഭവം എന്താന്ന് ഞാൻ പറയാം. കുഞ്ഞാടിൻ്റെ കല്യാണം. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 6-7 വാക്യങ്ങൾ ആൻറ്റി ഒന്ന് വായിച്ചേ. അപ്പോൾ വലിയ പുരുഷാരത്തിന്റെ ഘോഷം പോലെയും പെരുവെള്ളത്തിന്റെ ഇരിച്ചൽ പോലെയും തകർത്ത ഇടിമുഴക്കം പോലെയും ഞാൻ കേട്ടത്, ഹല്ലേലൂയ, സർവശക്തിയുള്ള നമ്മുടെ ദൈവമായ കർത്താവ് രാജ്യത്വം ഏറ്റിരിക്കുന്നു. നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, അവന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. ഈ ഭൂമിയിലുള്ള വിവാഹത്തോളം ബന്ധത്തിൽ മണവാട്ടിയെ ഒരുക്കാനും പൗഡർ ഇടാനും ക്രീം പുരട്ടാനും സ്പ്രേ അടിച്ചു കൊടുക്കാനും സാരി തുമ്പ് പിടിക്കാനും ഒക്കെ ആൾക്കാരുണ്ട്, ബ്യൂട്ടീഷ്യനുണ്ട്. പക്ഷെ കുഞ്ഞാടിൻ്റെ കാന്തയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഒരുക്കാൻ ആരുമില്ല, പരിശുദ്ധാത്മാവിനാൽ സ്വയം ഒരുങ്ങണം. ഒരാമയും പറഞ്ഞാട്ടെ. ഇന്ന് രാത്രി ഈ മഹായോഗമൊക്കെ വെറുതെ ഇവിടെ വന്ന് അമ്മയെ കണ്ടു കേട്ട് ബന്ധം പുതുക്കി മാത്രം പോകാനല്ല, ഒരുങ്ങാനുള്ള സമയമാണ്. സ്വത്രം പറഞ്ഞാട്ടെ. ആരാണ് ആ കുഞ്ഞാട്? ഇന്നേക്ക് 2025 വർഷങ്ങൾക്ക് പിമ്പിൽ സ്വർഗീയ മഹിമകളെ വെടിഞ്ഞ് താണഭൂമിയിലേക്ക് ഇറങ്ങി മനുഷ്യനായി അവതരിച്ച് മനുഷ്യവർഗത്തിന്റെ പാപം മുഴുവനും തന്റെ ശരീരത്തിൽ വഹിച്ച് അമ്മ തിരുവെഴുത്തുകൾ പ്രകാരം മരിച്ചടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഇന്നും പിതാവിന്റെ വലഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നവൻ എത്രയും വേഗം തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി ആകാശമധ്യത്തിൽ ഏറായിൽ അവൻ ദൂതന്മാരുടെ അകമ്പടിയോടുകൂടെ ആത്മമണവാളൻ മടങ്ങി വരാൻ പോകുകയാണ്. ഇന്ന് രാത്രി ഞാൻ ആത്മാവി പറയുന്നു, ഞാൻ നിങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിക്കാൻ നിശ്ചയിച്ചിരിക്കുന്നു. സ്വത്രം പറഞ്ഞാട്ടെ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന്റെ നിറവ് ഞാൻ പറയുന്നു, സഭ ഒരുങ്ങണം, വിശുദ്ധിയിൽ ഒരുങ്ങണം, പ്രാർത്ഥനയിൽ ഒരുങ്ങണം, എല്ലാ നിലകളും ഒരുങ്ങണം. ആരോടും പിണങ്ങിയിരിക്കരുത്, കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് ആരും അകന്നിരിക്കരുത്. എപ്പോഴാ കർത്താവ് മടങ്ങി വരുന്നതല്ല നാം ചേർക്കപ്പെടുന്ന അറിഞ്ഞുകൂടാ. അത് നാം വായിക്കുന്നുണ്ട്. പിണക്കത്തിലും അസൂയയിലുമല്ല, കർത്താവായ യേശു ക്രിസ്തുവിനെ തന്നെ ധരിക്കണം, ഒരുങ്ങണം. ഈ യഹൂദന്മാരുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് വളരെ സവിശേഷതയുള്ള ചില കാര്യങ്ങൾ. ഏകദേശം 1 വർഷം കഴിഞ്ഞാണ് യഹൂദ പശ്ചാത്തലത്തിൽ വിവാഹം നടക്കുക. മണവാളൻ തൻ്റെ സ്നേഹിതന്മാരും തോഴന്മാരുമായിട്ട് മണവാട്ടിയുടെ വീട്ടിലേക്ക് ഘോഷയാത്രയായിട്ടാണ് പോകാൻ. ഘോഷയാത്രയായി മണവാട്ടിയുടെ വീട്ടിൽ ചെന്ന് തിരിച്ച് ഘോഷയാത്രയായിട്ട് രാത്രിയിലാണ് വരുന്നത്. വഴിവിളക്കില്ലാത്ത സമയം. ഘോഷയാത്രയിൽ പങ്കെടുക്കുന്ന സകല മനുഷ്യൻ്റെയും കയ്യിൽ സ്തോത്രം എണ്ണയൊഴിച്ച് കത്തിക്കാൻ പാകത്തിലുള്ള വിളക്കുകൾ കാണണം. ഇങ്ങനെ ഘോഷയാത്രയിൽ പങ്കെടുക്കുന്ന എല്ലാ ആളുകളും വിളക്ക് കത്തിച്ച് വേണം മണവാളൻ്റെ കൂടെ വരൻ്റെ ഗൃഹത്തിലേക്ക്, മണവാളൻ്റെ വീട്ടിലേക്ക് പോകാൻ. ഇങ്ങനെ വരുന്ന മണവാളനെ എതിരേൽപ്പാൻ അവിടെ കന്യകമാരുണ്ട്. ആ പശ്ചാത്തലം മത്തായി സുവിശേഷം 25-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് ഒരു വലിയ മർമ്മം പറയുകയാണ്. ബുദ്ധിയുള്ള കന്യകമാരും ബുദ്ധിയില്ലാത്ത കന്യകമാരും. ഇന്ന് രാത്രി ഞാൻ പറയുന്നു, സ്തോത്രം, വിളക്ക് മാത്രം പോരാ, എണ്ണയും വേണം. ഒരാമയും പറഞ്ഞാട്ടെ. രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ചർച്ചയിൽ വന്നു, വാതുറക്കാതെ കൈയടിക്കാതെ സ്വോത്രം പറയാതെ എഴുന്നേറ്റ് പോയാലൊന്നും മണവാളൻ്റെ മടങ്ങി വരുമെങ്കിൽ എടുക്കപ്പെടുമോ എന്ന് അല്പം സന്ദേഹമുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി യേശുവിൻ്റെ നാമത്തിൽ ആ നിരാശയുടെ ചപ്പുചവറുകൾ വലിച്ചെറിഞ്ഞുകൊണ്ട്, ആകാത്ത സകലതും ഇന്ന് രാത്രി യേശുവിൻ്റെ നാമത്തിൽ വലിച്ചെറിഞ്ഞുകൊണ്ട് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിനാൽ സഭ ഒരുങ്ങണം. അങ്ങനെ അമേൻ ഒരുങ്ങുന്ന മണവാട്ടിയെ ചേർക്കാനാണ് ആത്മമണവാളൻ മടങ്ങി വരാൻ പോകുന്നത്. ഇന്ന് രാത്രി യേശു ക്രിസ്തു തന്റെ ചങ്കിലെ ചോര കൊടുത്ത് വിലക്ക് വാങ്ങിയ സഭയെ, നമ്മൾ രാത്രിയിലാണ് ജീവിക്കുന്നെങ്കിലും രാത്രിയുമായി നമുക്ക് ബന്ധമില്ല. നമ്മൾ വെളിച്ചത്തിന്റെ മക്കളാ. സ്തോത്രം. കർത്താവ് മടങ്ങി വരുമോ? ദൂതന്മാര് പറഞ്ഞു, അപ്പോസ്തല പ്രവൃത്തി 1:11, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്തവനായ യേശുവിനെ കണ്ടതുപോലെ അവൻ വീണ്ടും വരും. ദൂതന്മാര് പറഞ്ഞു. 2
അപ്പോസ്തലന്മാർ പറഞ്ഞു, പ്രധാനമായും പൗലോസ് പറഞ്ഞു. 1 തെസ്സലോനി 4:16 വായിക്കേണ്ട, ഞാനങ്ങ് പറഞ്ഞേക്കാം. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരികയും ആമേൻ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. കർത്താവിന്റെ മടങ്ങി വരവെങ്കിൽ പുനരാഗമനത്തിൽ 3 വിധ കാഹളമാണ് സഭ കേൾക്കാൻ പോകുന്നത്. സ്തോത്രം. കേൾക്കൂ. ഇന്നലകളിൽ ക്രിസ്തുവിൽ മൺമറഞ്ഞ വിശുദ്ധന്മാർ കേൾക്കാൻ പോകുന്ന ശബ്ദമാണ് ഗംഭീരനാദം. ഈ ശബ്ദമാണ് സത്യത്തിൽ ലാസറിന്റെ കല്ലറയിൽ മുഴങ്ങിയത്. എന്നോട് ദൈവാത്മ പറഞ്ഞൊരു ദൂത് ഞാൻ പറയാം. മരിച്ച് നാറ്റം വമിച്ച് എംഭാം ചെയ്ത ലാസറിന്റെ കല്ലറയ്ക്കരികിൽ വന്ന് ലാസറെ യു കം ഔട്ട് എന്ന് പറഞ്ഞപ്പോൾ ലാസർ മടങ്ങി വന്നെങ്കിൽ ഇന്ന് രാത്രി എവിടെയൊക്കെയോ ജീർണിച്ചു പോയ ബന്ധം നഷ്ടപ്പെട്ട, ജീവൻ നഷ്ടപ്പെട്ട ചിലതിനെ നോക്കി ഈ രാത്രി കർത്താവ് ശബ്ദം കേൾപ്പിക്കുക കേട്ടോ. ഇന്ന് രാത്രി കാതു തുറന്ന് ശബ്ദം കേൾക്കട്ടെ. ജീവൻ നഷ്ടപ്പെട്ട ചിലത്, ഉടരമനഹസ്തര ഓജസ് നഷ്ടപ്പെട്ട ചിലത്, പുഷ്ടി നഷ്ടപ്പെട്ട ചിലത്, ഇന്ന് രാത്രി കർത്താവ് തന്റെ ശബ്ദം അവൻ നിന്റെ കാതിൽ കേൾപ്പിക്കുകയാണ്. കർത്താവ് താൻ ഗംഭീരനാദം, പ്രധാന ദൂതന്റെ ശബ്ദം. ഇത് പ്രധാനമായും കേൾക്കുന്നത് ഭൂമി ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാർ രൂപാന്തരപ്പെടാൻ. ദൈവത്തിന്റെ കാഹളം വിശുദ്ധന്മാരും ജീവിച്ചിരിക്കുന്ന വിശുദ്ധന്മാരും മൺമറഞ്ഞ വിശുദ്ധന്മാരും ഒരുപോലെ എടുക്കപ്പെടണമെങ്കിൽ കർത്താവിൻ്റെ കാഹളം കേൾക്കണം. സ്തോത്രം പറഞ്ഞാട്ടെ. ഈ കാഹളത്തിൽ എന്താ സംഭവിക്കുന്നറിയാമോ? ദ്രവത്വമുള്ളതിനെയാണ് നമ്മൾ മണ്ണിനും പൂഴിക്കും പൊടിക്കുമായി ഏൽപ്പിച്ചതെങ്കിൽ പൗലോസ് വളരെ കാലിക പ്രസക്തിയുള്ളൊരു മർമ്മം കൊരിന്ത്യ ലേഖനത്തിൽ ആലേഖനം ചെയ്തിരിക്കുകയാണ്. അവൻ ദൈവദാസന്മാരാകുന്ന ഞങ്ങൾ സംസ്കാര ശുശ്രൂഷയിൽ ഊന്നി പറയുന്നൊരു കാര്യമുണ്ട്. ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും മർത്യമായത് അമർത്യതയെയും ധരിക്കണം. മൺമയമായതാണ് വിതച്ചതെങ്കിലും വിൺമയമായത് പ്രാപിക്കും. പ്രാകൃത ശരീരമാണ് വിതച്ചതെങ്കിലും ആത്മീക ശരീരം ഉയർത്തെഴുന്നേറ്റ് വരും. ശ്രദ്ധിച്ചേ, ഉടരമന താഴ്ചയുള്ള ശരീരം യേശു ക്രിസ്തുവിനെ പോലെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടൂ. 3 കാര്യങ്ങൾ സ്വർഗത്തിൽ കേൾക്കുമ്പോൾ 3 കാര്യം ഭൂമിയിൽ നടക്കും. മരിച്ച വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേറ്റ് വരും. ജീവനോട് ശേഷിക്കുന്ന ആമേൻ സ്വത്ര സഭ രൂപാന്തരപ്പെടും. 3 ഒരുമിച്ച് മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇന്ന് രാത്രി കഴിയാറായി. പകൽ എന്നതിന് ഞാൻ കണ്ടൊരു മൂലഭാഷ ഇമ്മേറ എന്ന് പറഞ്ഞാൽ വെളിച്ചം കൊണ്ടുവരും. സൂര്യൻ ഉദിക്കും, ഉറങ്ങിയവർ ഉണരുന്ന വേള. സ്തോത്രം. ഇന്നലകളിൽ നമ്മൾ കണ്ണ് നിറഞ്ഞു വേദന നിറഞ്ഞ് നമ്മൾ അടക്കം ചെയ്ത വിശുദ്ധന്മാർ, ഭക്തന്മാർ, ശ്രേഷ്ഠ ദൈവദാസന്മാർ അദ്രവത്വമുള്ള ശരീരത്തോട് ഉയർത്തെഴുന്നേറ്റ് വരുമെന്ന്, വിൺമയമായത് പ്രാപിക്കുമെന്ന്, ആത്മീയ ശരീരം പ്രാപിക്കുമെന്ന്, തേജസ്സേറിയത് പ്രാപിക്കുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ഒന്ന് കരമടിച്ച് സ്തോത്രം പറഞ്ഞോട്ടെ. ഉടരബല ഹദര ഘടകധര ഘടകമനഗസിയ അമ്പല വൈശൽ പ്രൗഢമനാദര വൈദേര ഗതി കടകദല ഘടകസി. ഹല്ലേലൂയ. അതുകൊണ്ട് മലാക്കി ആമേൻ സ്തോത്രം 4:2 വായിക്കുന്നു, എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ തന്റെ ചിറകിൻ നിഴലിൽ രോഗോപശാന്തിയോടുകൂടെ ഉദിക്കും. ഇന്ന് രാത്രി ആ നീതി സൂര്യനായ ദൈവം ഉദിക്കാൻ പോകുകയാണ്. ഇന്ന് രാത്രി രോഗശാന്തിയുടെ പകർച്ചയിനകത്ത് ഉണ്ടാകട്ടെ. ഇന്ന് രാത്രി ഒരു പുതിയ അഭിഷേകത്തിന്റെ ശക്തി ഏറ്റെടുക്കട്ടെ. ആ മൗനതകൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഇന്ന് രാത്രി ഈ ഓഡിറ്റോറിയം വിട്ട് ഭവനത്തിലേക്ക് പോകുമ്പോൾ, നമ്മുടെ പ്രേക്ഷിത വേലയിലേക്ക് കാലുവെക്കുമ്പോൾ ഒരു പുതിയ നിയോഗത്തോടെ, കൃപയോടെ, ഉത്സാഹത്തോടെ, അഭിഷേകത്തോടെ ചുവടുകൾ വെക്കാൻ ഒരു നിമിഷം നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കോ. സ്തോത്രം. പകൽ സമയത്ത് എന്ന പോലെ മര്യാദയായി നടക്കുക. വെറുക്കൂത്തുകളിൽ, ശയനമോഹങ്ങളിൽ, ദുഷ്കാമങ്ങളിൽ, വിഗ്രഹാരാധനയിലും പിണക്കത്തിലും അസീലുമല്ല, യേശുവിനെ തന്നെ ധരിക്കണം. ഇന്ന് രാത്രി പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ സിൽവർ ലൈൻ പദ്ധതി വരുന്നതല്ല സംഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ സംഭവം. നമ്മുടെ പ്രാണപ്രിയൻ മടങ്ങി വരും.
ഏറായിൽ ആകാശ മധ്യത്തിൽ ദൂതന്മാരുടെ അകമ്പടിയോടുകൂടി തിരുസഭയെ ചേർക്കാൻ നമ്മുടെ കർത്താവ് മടങ്ങി വരും. നീതി സൂര്യൻ ശോഭയാലൻ അല്ലൽ ഇരുൾ മാറിയിടും. ഇന്ന് രാത്രി ഒരു നിമിഷം എഴുന്നേക്കാൻ കഴിയുന്ന ദൈവമക്കൾ 1-2 മിനിറ്റ് ദയവായി ഒന്ന് എഴുന്നേറ്റ് നിൽക്കുമോ? ഹുഡരമനഘടകസി എഴുന്നേക്കാൻ കഴിയുന്നവർ മാത്രം 1 മിനിറ്റ് ഒന്ന് ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് ഇന്ന് രാത്രി കർത്താവ് എന്നെ തന്നെ സമർപ്പിക്കുന്നു. ഹുഡരമനഗസി അന്ധകാരം നിറഞ്ഞ അനീതി നിറഞ്ഞ സത്യത്തെ ക്രൂശിക്കുന്ന ഈ ഇരുട്ടിൻ്റെ തടവറയിലാണ് ദൈവസഭയെങ്കിലും പ്രാർത്ഥനയിൽ പോരാടുവാൻ, സുവിശേഷ രണാങ്കണത്തിൽ പ്രയോജനപ്പെടാൻ, റമന വിളക്ക് കെട്ടുപോകാതെ മുൻപോട്ട് പോകാൻ, കാവൽ നിൽക്കുവാൻ, ഒരുങ്ങുവാൻ, അനേകരെ ഒരുക്കുവാൻ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെട്ടല്ലോ. എത്രയും വേഗം നമ്മുടെ പ്രാണപ്രിയൻ മടങ്ങി വരാൻ പോകുന്നു. ഒരു നിമിഷം എല്ലാവരും കണ്ണുകൾ അടച്ചാട്ട് ഇന്ന് രാത്രി ഒരു നിമിഷം എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചാൽ സമർപ്പണത്തോടെ എല്ലാവരും ഒരു നിമിഷം ഒന്ന് കരങ്ങളെ ദൈവത്തിന് ഉയർത്തിപ്പിടിച്ചു. കർത്താവിന്റെ ദാസന്മാർ ഒരു പാട്ടിന്റെ 4 വരികൾ വേഗത്തിൽ പാടുമല്ലോ. സന്തോഷ ശോഭനം ആ നല്ല നാളുകൾ ലോകം ഭരിച്ചിടും കർത്താവിൻ നാളുകൾ. സന്തോഷ ശോഭനം ആ നല്ല നാളുകൾ ലോകം ഭരിച്ചിടും കർത്താവിൻ നാളുകൾ. ശോകം രോഗം യുദ്ധം ജാതികൾ പോകുമെല്ലാം യേശുരാജൻ ഭൂമിയിൽ വാഴുന്നു. ശോകം രോഗം യുദ്ധം ജാതികൾ പോകുമെല്ലാം യേശുരാജൻ ഭൂമിയിൽ വാഴുന്നു. പുത്തനാമേ യെരൂശലേമിലെത്തും കാലമൊത്തുന്നു. ഇതരയിൽ ഖേദമെല്ലാം മാഞ്ഞു പോകുന്നേ. പുത്തനാമേ യെരൂശലേമിലെത്തും കാലമൊത്തുന്നു. ഇതരയിൽ ഖേദമെല്ലാം മാഞ്ഞു പോകുന്നേ. കഷ്ടത പട്ടിണി ഇല്ലാത്ത നാട്ടിൽ നാം കർത്താവ് ഒരുക്കുന്ന സന്തോഷ വീട്ടിൽ നാം. കഷ്ടത പട്ടിണി ഇല്ലാത്ത നാട്ടിൽ നാം കർത്താവ് ഒരുക്കുന്ന സന്തോഷ വീട്ടിൽ നാം. തേജസ്സേരും മോഹന കിരീടങ്ങൾ ധരിച്ചു നാം രാജരാജേശുവോട് കൂടെ വാഴുമേ. തേജസ്സേരും മോഹന കിരീടങ്ങൾ ധരിച്ചു നാം രാജരാജേശുവോട് കൂടെ വാഴുമേ. സത്യശുദ്ധപാതയിൽ നടന്നു വന്ന ശുദ്ധന്മാർ വീണ്ടെടുക്കപ്പെട്ട സർവ ദൈവ മക്കളും. സത്യശുദ്ധപാതയിൽ നടന്നു വന്ന ശുദ്ധന്മാർ വീണ്ടെടുക്കപ്പെട്ട സർവ ദൈവ മക്കളും. ഉല്ലാസഘോഷമായി സിയോനിൽ വന്നിടും. ദുഃഖം നടുവിർപ്പും സർവവും തീർന്നിടും. ഉല്ലാസഘോഷമായി സിയോനിൽ വന്നിടും. ദുഃഖം നടുവിർപ്പും സർവവും തീർന്നിടും. നിത്യ സന്തോഷം ശിരസിൽ ആവഹിച്ചവർ നിത്യതയ്ക്കുള്ളിൽ മറയും തീരും കാലവും. നിത്യ സന്തോഷം ശിരസിൽ ആവഹിച്ചവർ നിത്യതയ്ക്കുള്ളിൽ മറയും തീരും കാലവും. പുത്തനാമേ യെരൂശലേമിലെത്തും കാലമൊത്തുമ്പോൾ ഇത്തരയിൽ ഖേദമെല്ലാം മാഞ്ഞു പോകുന്നേ. പുത്തനാമേ യെരൂശലേമിലെത്തും കാലമൊത്തുമ്പോൾ ഇത്തരയിൽ ഖേദമെല്ലാം മാഞ്ഞു പോകുന്നേ. പുത്തനാമേ യെരൂശലേമിലെത്തും കാലമൊത്തുമ്പോൾ ഇത്തരയിൽ ഖേദമെല്ലാം മാഞ്ഞു പോകുന്നേ. പ്രൈസ് ദി ലോർഡ്.